അയൽപക്കം എന്ന വാക്ക് അയൽ, പക്കം എന്നീ രണ്ട് പദങ്ങൾ ചേർന്നുണ്ടായതാണ്. ഈ വാക്കിൻ്റെ അർത്ഥം അടുത്ത് താമസിക്കുന്നവർ, അടുത്ത പ്രദേശം എന്നൊക്കെയാണല്ലോ. അയൽപക്കം എന്ന വാക്കിൻ്റെ പദോൽപത്തി അനുസരിച്ച് സാമീപ്യത്തിനാണ് അഥവാ പ്രോക്സിമിറ്റിക്കാണ് പ്രാധാന്യം. അത് ഒരു സ്ഥലത്തോടോ വ്യക്തിയോടോ സമയത്തോടോ ഉള്ള ശാരീരികമോ ഭൂമിശാസ്ത്രപരമോ ആയ സാമീപ്യമോ സമീപാവസ്ഥയോ ആകാം. എന്നാൽ ഇത് അയൽപക്ക സങ്കല്പത്തിൻ്റെ വളരെ പ്രാഥമികമായ ലളിതമായ യുക്തി മാത്രമാണ്. പി. കേശവദേവിൻ്റെ അയൽക്കാർ എന്ന നോവൽ, അതിൽ ഈഴവ സമുദായാംഗമായ ദിവാകരന് സർക്കാർ സ്കൂളിൽ താൽക്കാലിക ജോലി ലഭിച്ചു. പക്ഷേ ദിവാകരൻ ക്ലാസ്സിൽ പഠിപ്പിക്കാൻ ചെന്നപ്പോൾ പല കുട്ടികളും ഇറങ്ങിപ്പോയി. അവരൊരു സ്ഥലമാണ് പങ്കിടുന്നത്, ഒരിടത്താണ് പ്രവർത്തിക്കുന്നത്, പക്ഷേ അന്യോന്യം ബന്ധമില്ലാത്ത അവസ്ഥ. അതുകൊണ്ട് തന്നെ അയൽപക്കം എന്ന വാക്കിനേക്കാൾ എനിക്ക് കൂടുതൽ പഥ്യം അയൽപക്കത്തം അഥവാ നെയ്ബർലിനെസ് എന്ന വാക്കാണ്. നെയ്ബർലിനെസ് അഥവാ അയൽപക്കത്തം എന്നത് ഒരു സംസ്കാരവും ഒരു മനോഭാവവുമാണ്. അയൽപക്കത്തമാണ് ബ്രഹ്മത്തിലേക്കുള്ള വഴിയെന്ന് പറഞ്ഞത് അഴീക്കോട് മാഷാണ്. മാഷിൻ്റെ ഒരു പ്രഭാഷണത്തിൻ്റെ തലക്കെട്ട് തന്നെ അയൽപക്കം എന്ന ഉപനിഷത്ത് എന്നാണ്. ഈ തലക്കെട്ടിലെ ഉപനിഷത്തിന് വേദവുമായി ബന്ധമില്ല, അത് ഒരു വഴി എന്ന നിലയിലാണ് മാഷ് ഉപയോഗിക്കുന്നത്. അതായത് അയൽപക്കം എന്നത് ഒരേ സമയം ബ്രഹ്മത്തെക്കുറിച്ചുള്ള വേദവും ബ്രഹ്മത്തിലേക്കുള്ള വഴിയുമാണ്. അയൽപക്കം എന്നത് ഒരു സിംഫണിയാണ്. കോട്ടയത്ത് CSI കത്തീഡ്രൽ, അവിടെ സംഗീതം പഠിപ്പിക്കുന്ന തങ്കപ്പൻ മാഷ്, ഒരിക്കൽ അദ്ദേഹം പുതുതായി ഗായക സംഘത്തിൽ ചേർന്ന ആളുകളോട് എങ്ങനെയാണ് ഒരു ക്വയറിൽ, ഒരു ഗായക സംഘത്തിൽ പാടേണ്ടത് എന്ന് അദ്ദേഹം പറഞ്ഞുകൊടുത്തത് ഞാൻ കേട്ടു. അദ്ദേഹം പറഞ്ഞത് ഇങ്ങനെയാണ്: നിങ്ങൾ ഒരുമിച്ച് പാടുമ്പോൾ ഒരു സിംഫണി ഉണ്ടാവണമെങ്കിൽ, ഒരു നാദ ഐക്യമുണ്ടാവണമെങ്കിൽ നിങ്ങളുടെ അടുത്തിരിക്കുന്നയാൾ പാടുന്നത് നിങ്ങൾ കേൾക്കണം. അടുത്തിരിക്കുന്നയാൾ പാടുന്നത് കേൾക്കാനാവാത്ത ഉച്ചത്തിലാണ് നിങ്ങളുടെ ശബ്ദമെങ്കിൽ നിങ്ങളുടെ പാട്ട് അപശ്രുതിയാണ് എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ഇതിൻ്റെ ഒരു രാഷ്ട്രീയ അർത്ഥമാണ് മത ഫാസിസം അല്ലെങ്കിൽ മത മൗലികവാദം. ഇതൊരു കേവലം സിംഫണി എന്നത് കേവലം സ്വരങ്ങളുടെ വിന്യാസമല്ല, ഇതൊരു ആവാസ വ്യൂഹമാണ്, ഇതൊരു ഇക്കോസിസ്റ്റമാണ്. സ്വരൈക്യം അഥവാ അയൽപക്കത്തം എന്ന ആവാസ വ്യൂഹത്തിൽ മനുഷ്യർ മാത്രമല്ല, ഇതര ജീവജാലങ്ങളും അന്യോന്യം അയൽക്കാരാവുന്നു. 2022 പുറത്തിറങ്ങിയ വളരെ ശ്രദ്ധേയമായ മലയാള സിനിമയാണ് ആവാസവ്യൂഹം. അതിൽ ഒരു മനോഹരമായ സങ്കല്പമുണ്ട്, തവള മനുഷ്യൻ. പാരീസിലെ മ്യൂസിയത്തിലാണ് തവള മനുഷ്യനെക്കുറിച്ച് കാണുന്നത്. മനുഷ്യരും ഇതര ജീവജാലങ്ങളും സ്വരൈക്യത്തിൽ അയൽപക്കക്കാരായി ജീവിക്കുന്ന ഒരു കാലത്തിൻ്റെ സ്മാരകമാണ് തവള മനുഷ്യൻ. സകല സൃഷ്ടിയും അന്യോന്യം അയൽക്കാരാവുന്ന അനുഭവമാണ് അയൽപക്കം അഥവാ അയൽപക്കത്തം. അവിടെ ആരും ആർക്കും ഉപദ്രവമോ ക്ഷതമോ നൽകുന്നില്ല. ഗുരുവിൻ്റെ അനുകമ്പാദശകത്തിൽ നാം വായിക്കുന്നത് പോലെ, ഒരു പീഡ എറുമ്പിനും വരുത്താതെന്നുള്ള അനുകമ്പയും സദാ കരുണാകര നൽകുള്ളിൽ നിന്ന് തിരുമൈ വിട്ടകലാതെ ചിന്തയും. ഈ ഒരു ഇക്കോസിസ്റ്റം, ഈ ഒരു ആവാസ വ്യവസ്ഥ അയൽപക്കത്ത് അനായാസേന അനുഭവിച്ചയാളാണ് അഭിമന്യ
ബർന്നബാസ് തിരുമേനി. ബീഹാറിലെ കിഷൻഗഞ്ച് സ്വദേശിയായ മുഹമ്മദ് കൗശൽ കഴിഞ്ഞ 25 വർഷമായി അഭിവന്യ തിരുമേനിയുടെ അരമന കുടുംബാംഗമാണ്. അപരമത വിദ്വേഷം പെരുകുന്ന കാലത്ത് തിരുമേനിക്കും മുഹമ്മദിനും ഒരേ കൂരയുടെ കീഴിൽ സ്വന്തം ദൈവബോധ്യങ്ങൾ അനുസരിച്ച് ജീവിക്കാൻ കഴിഞ്ഞു. മുഹമ്മദിന് നോമ്പും നിസ്കാരവും മുടക്കാതെ ഉത്തമനായ മുസ്ലിമായി ജീവിക്കാൻ കഴിഞ്ഞു. ഇത് തിരുമേനി ഉത്തമനായ ക്രിസ്ത്യാനി ആയതുകൊണ്ടുകൂടെയാണ് സാധ്യമാകുന്നത്. മുഹമ്മദ് ഒരു ആവാസവ്യൂഹമാണ്. ആവാസവ്യൂഹം എന്ന സിനിമയിലെ ജോയിയെ പോലെ. അതുകൊണ്ട് തന്നെ സ്നേഹാഗമം എന്ന ഈ പരിപാടി ഇതൊരു പരിപാടിയല്ല, തിരുമേനിയുടെ ജീവിത സാക്ഷ്യമാണ്. ഈ സിംഫണി, ഈ സ്വരൈക്യം, ഈ അയൽപക്കത്തം നാടാകെ പരക്കണം. അതിനുള്ള ഒരു മാർഗം സ്വന്തം മതവിശ്വാസത്തിലെ അടിസ്ഥാന തിരുവെഴുത്തുകളെ അയൽപക്കത്ത മനസ്സോടെ പുനർവായിക്കുകയാണ് വേണ്ടത്. ഇസ്ലാം, ഹിന്ദു, ക്രിസ്തീയ വിശ്വാസധാരകളാണ് ഇവിടെ സ്റ്റേജിൽ പ്രതിനിധീകരിക്കുന്നത്. ഇതല്ലാതെയുമുള്ള വിശ്വാസധാരകൾ ഉണ്ടെന്നുള്ളത് നാം മറക്കുന്നില്ല. എങ്കിലും എന്തെങ്കിലും ഒരു മാനദണ്ഡം സ്വീകരിക്കണമല്ലോ. ജനസംഖ്യാപരമായ ഒരു മാനദണ്ഡം സ്വീകരിച്ചു എന്നു മാത്രം. മനുഷ്യേതര അയൽപക്കത്ത ബന്ധം സാധ്യമാക്കാൻ ഡോക്ടർ ഹുസൈൻ മടവൂരും സ്വാമി പൂജ്യ ചിദാനന്ദപുരിയും ബിഷപ്പ് മാർ അപ്രേമും അവരവർ ഉൾക്കൊള്ളുന്ന വിശ്വാസ മത ദൈവബോധ്യങ്ങളുടെ വേരുകൾ അന്വേഷിക്കുകയാണ് ഇവിടെ. 3 പേരും അന്വേഷിച്ച് എത്തുമ്പോൾ അവരവരുടെ ദൈവബോധ്യങ്ങളുടെ വേരുകൾ അന്യോന്യം കെട്ടിപ്പുണർന്ന് കിടക്കുന്നുണ്ടാവും, ഒരുപക്ഷെ യഥാർത്ഥ അയൽക്കാരെ പോലെ. നന്ദി, നമസ്കാരം.